ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് പഠിച്ചിറങ്ങുന്ന ഫ്രഷേഴ്സിന് എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ജോലി സമ്പാദിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് എന്താണ്, നെറ്റ്വർക്കിംഗ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് CCNA പോലത്തുള്ള കോഴ്സുകൾ, സിസ്കോൻ്റെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയറിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ പലയിടത്തും സംഭവിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പലരും ആ ഒരു പഠനത്തിന് ശേഷം, അതായത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മളൊരു ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് പാസ്സായി നമുക്ക് ആ ഒരു ജോലി കിട്ടിയെന്ന് തന്നെ വെക്കാതെ, ചിലപ്പോൾ പുറത്താകാം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയാകാം. ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ പാസ്സായി, നമുക്ക് ആ ഒരു ജോലി കിട്ടി. പക്ഷേ അതിന് ശേഷമാണ് ഈ ഒരു നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ ആ ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ആളുകളും ഫേസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്. അതായത് ആ ഒരു ഫ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ അതിന് ശേഷമാണ്. പല ആളുകളും എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും. അതായത് നമ്മൾ ആ ഒരു പ്രാക്ടിക്കൽ നോളേജിൻ്റെ ഒരു മിസ്സിംഗ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അതാണ്. അതായത് നമുക്ക് ആ ഒരു തിയറിറ്റിക്കലി പഠിച്ചിട്ട് നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ, അതായത് ആ ജോലി സമ്പാദിച്ച് നമ്മൾ ആ ഒരു കമ്പനിയുടെ ഒരു IT ഫേമിൻ്റെ ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു IT സെക്ടറിലോട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ആ ഒരു നെറ്റ്വർക്കിൽ വരുന്ന കാര്യങ്ങളിലോട്ട് നമ്മൾ ഇറങ്ങി നമ്മളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വരുന്ന ഒരു പ്രാക്ടിക്കൽ മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ പഠിച്ചിരിക്കുന്നത് മുഴുവനും ആ ഒരു തിയറിറ്റിക്കൽ ബേസ് ആയിരിക്കാം. ശരിയാണ്, ചിലപ്പോൾ ലാബുകളുണ്ടാവാം, ചില സെമിനാറുകളുണ്ടാവാം, അവിടെ ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം നമുക്ക് കണ്ടിട്ടുണ്ടാവും, ആ ഒരു ഡിവൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഭൂരിഭാഗവും നമ്മൾ ആ ഒരു വർക്കൗട്ടായിട്ട് അത് ആ ഒരു ചിത്രത്തിൽ കണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാം തിയറി ബേസ്ഡ് ആണ് കൂടുതലും നമ്മുടെ ആ ഒരു വിദ്യാഭ്യാസം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. അപ്പോൾ അങ്ങനെ പഠിച്ച് നമ്മൾ പാസ്സായി കഴിഞ്ഞ്, അതായത് നമ്മൾ ആ ഒരു നമ്മുടെ ആ കോഴ്സ് പാസ്സായി കഴിഞ്ഞ് നമ്മൾ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. അതായത് നമുക്ക് ആ ഒരു ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ആ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വന്നു, ഡാറ്റ ലോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ട്രേസ് റൂട്ട് ഇട്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനൊരു ബുദ്ധിമുട്ട്, ഡിവൈസുകൾ കാണുമ്പോൾ എന്തൊക്കെയാണ് ആ ഡിവൈസുകളെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ട്, അത് തന്നെയല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോഴൊക്കെയാണ് നമ്മൾ നോർമലി യൂട്യൂബിനെ ആശ്രയിക്കുന്നതും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നതും, ഗൂഗിളിനെ ആശ്രയിക്കുന്നതൊക്കെ ആ ഒരു അവസരത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു ജോബിലോട്ട് കിടന്നതിന് ശേഷം, ജോബിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ടാസ്ക് കിട്ടി നമുക്കവിടെ പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അവിടെയാണ് ആ ഒരു വിഷയം തന്നെ. നമുക്ക് പെർഫോം ചെയ്യാതെ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ആ ഒരു മേലുദ്യോഗസ്ഥർക്കാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു അഭിനേത്രയ്ക്ക് അറിയുള്ളൂ ആ ഒരു ലൈനിലേക്ക് ലൈനിലായിട്ട് നമ്മുടെ ആ ഒരു പെർഫോമൻസിലോട്ട് പോകും. അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ പഠിച്ചിറങ്ങിയതിന് ശേഷം, അതായത് നമ്മുടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും നമ്മൾ ആരെങ്കിലും കൂടെ അല്ല, അതായത് അറിവുള്ള ഒരാളുടെ കൂടെ നിന്ന് ട്രെയിനിങ് ആയിട്ട് നിന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ നോളജ് നമ്മൾ വശം വരുത്തുക. അതായത് എന്തൊക്കെയാണ് ആ ഒരു പ്രാക്ടിക്കലി അത് ചെയ്യേണ്ടതെന്നും, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ഡിവൈസുകൾ എന്തൊക്കെയാണെന്നും, അതിൻ്റെ കോൺഫിഗറേഷൻ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യുക. കാരണം ഈ പഠിപ്പിക്കുന്ന ഫേമും മിക്കതും നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ നോളജ് തരുന്നില്ല. പലതും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പേര് അത് നൽകുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ കഴിയുന്നതും നമ്മൾ ആ ഒരു നെറ്റ്വർക്കിംഗ് ചെയ്യുന്ന ആളുടെ അടുത്ത് നമ്മൾ ആ ഒരു എന്താ പറയുക, വലിയൊരു കാശിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു ജോബ് വേക്കൻസി എന്ന് പറഞ്ഞല്ല ഞാൻ പറയുന്നത്, ഒരു ട്രെയിനി ആയിട്ട് കൂടി നമ്മൾ ആ ഒരു വർഷം നിന്ന് അവരുടെ ഒപ്പം നിന്ന് ആ ഒരു ജോബ് പഠിച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മളൊരു അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. കാരണം നമ്മൾ പഠിച്ചിറങ്ങി അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നൊരു ഡിഫിക്കൽട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള സ്ട്രഗിൾ അത് വളരെ അധികമാണ്. കാരണം ചിലവരെ ഈ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ തന്നെ കാരണമാകുന്നുണ്ട് അത്തരം ഇഷ്യൂസും കാര്യങ്ങളും. അപ്പോൾ അത് അവരെ മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യങ്ങളിലൊന്നാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിതിനെക്കുറിച്ച് പ്രാക്ടിക്കൽ നോളജ് നേടിയതിന് ശേഷം നമ്മൾ ആ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്യുകയും നമുക്ക് അപ്ലൈ ചെയ്യുകയും ഇൻ്റർവ്യൂസിനും മറ്റും അപ്ലൈ ചെയ്യുകയും നമുക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ലതാണ്. അങ്ങനെ ലോങ് പീരീഡിൽ വേണമെന്ന് പറയുന്നില്ല, കുറഞ്ഞത് ഒരു വർഷമെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ നോളജ് നേടിയതിന് ശേഷം പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കിതുപോലെയുള്ള വീഡിയോസ്, ഇതിനെക്കുറിച്ച് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചുള്ള ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെറ്റ്വർക്കിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പ്രാക്ടിക്കൽ നോളജ് എല്ലാതിനെക്കുറിച്ചും നമുക്ക് ഈ ഒരു ചാനലിൽ എന്നെക്കൊണ്ടാവുന്നതും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇത്തരത്തിൽ വരുന്ന എല്ലാ ഫ്രഷേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.